31-ാമത്തെ ആയത്താണ്. 30-ന്റെ തുടർച്ചയാണ് 31. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين. من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون. فأقم وجهك للدين حنيفا കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനത്തിലെടുത്ത വചനമാണിത്. നിന്റെ മുഖത്തെ ദീനിലേക്ക് നേർക്കുനേരെ നീ തിരിക്കണമെന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഖുർആനിൽ വിവരിക്കുന്നിടത്തൊക്കെ ഹനീഫൻ എന്ന വാക്കുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഈ ദീനുൽ ഇസ്ലാമിന് ഹനീഫിയത്ത് എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുന്നുണ്ട്, അയ്യുൽ അദിയാനി അഹബ്ബു ഇലൈക, നിങ്ങൾക്ക് ദീനുകളുടെ കൂട്ടത്തിൽ ഏത് തരത്തിലുള്ള ദീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഹുബ്ബുള്ളത് എന്ന് പറഞ്ഞാൽ ഏത് മതമാണ് എന്നല്ല, അള്ളാഹുവിന് കീഴ്പ്പെടുന്ന രീതികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദീനിൻ്റെ രീതി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹനീഫിയത്തു സംഹത്തൂൻ, നേർക്കുനേരെയുള്ള അള്ളാഹുവിന് കീഴ്പ്പെടൽ. എല്ലാ കാര്യത്തിലും പഠിച്ചവനോടുള്ള നേർക്കുനേരെ കീഴ്പ്പെട്ട് ജീവിക്കാൻ, അതാണ് ഹനീഫിയത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. അതായത് ഇമാം സഅദി പറയുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. അതായത് ഹനീഫൻ എന്ന് പറഞ്ഞാൽ മുഖ്ബിലൻ അലല്ലാഹി ഫീ ദാലിക മുഅ്രിളൻ അമ്മാ സിവാഹു, അള്ളാഹുവിൻ്റെ നേരെ എല്ലാം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടും എല്ലാം അള്ളാഹുവിങ്കൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിക്കുക. മുഖ്ബിലൻ അമ്മാ സിവാഹു മുഅ്രിളൻ അമ്മാ സിവാഹു, അള്ളാഹ് അല്ലാത്ത എല്ലാവരിൽ നിന്നും പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് പഠിച്ചവനോട് മാത്രം ചോദിക്കാം. അതായത് ഇടയിൽ ഇടയാളന്മാരില്ലാതെ പഠിച്ചവൻ മാത്രമാണ് ചെറിയതും വലിയതുമായ എല്ലാ കാര്യങ്ങളും എനിക്ക് നിറവേറ്റിത്തരുന്നത് എന്ന വിശ്വാസത്തോടു കൂടി നേർക്കുനേരെ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനാണ് ഹനീഫൻ എന്ന് പറയാം. അതാണ് ഫഅഖിം വജ്ഹക ലിദ്ദീൻ, നിന്റെ മുഖത്തെ ദീനിലേക്ക് നീ തിരിച്ചുകൊണ്ട് നിലനിർത്തുക, നേർക്കുനേരെ എന്ന് പറയുന്നത്. ഇസ്ലാമിലൊക്കെ ഉള്ള ഇന്നത്തെ മുസ്ലിങ്ങൾ പലരും പല നാട്ടിലും അവർ അള്ളാഹുവിങ്കൽ നിന്നുള്ള രക്ഷ തേടുന്നത് പലരോടാണ്, അല്ലെങ്കിൽ പലരും മുഖേനയാണ്. ഓരോ നാട്ടിലും ഓരോ വലിയുകളും ഓരോ മഹാന്മാരും ഓരോ മഹാന്മാരുടെ ശവകുടീരങ്ങളും ജാറങ്ങളും മുഖേനയാണ്
അള്ളാഹുവിങ്കലേക്ക് തിരിയുന്നത്. അത് ഹനീഫിയത്തിനെതിരാണ്. ഇപ്പോൾ നമ്മളെ കേരളക്കാർ അവരുടെ പ്രധാനപ്പെട്ട ജാറം മമ്പുറത്തോ അല്ലെങ്കിൽ പുത്തമ്പള്ളിയോ ആണെങ്കിൽ വേറൊരു കൂട്ടർക്ക് തമിഴ്നാട്ടിൽ പോയാൽ ഓരോരോ പ്രദേശത്തും ഓരോരുത്തരും ആ നാട്ടിലെ അല്ലെങ്കിൽ അവർക്ക് അറിവുള്ള ആളുകളിൽ കൂടി അവരുടെ വസീല തേടിക്കൊണ്ടാണ് അള്ളാഹുവിങ്കലേക്ക് തിരിയുന്നത്. അതല്ല ഹനീഫിയത്തിൻ്റെ അർത്ഥം. നേർക്കുനേരെ ഏത് നാട്ടിലും എവിടെ ചെന്നാലും കടലിലും കരയിലും അല്ലാഹുമ്മ റബ്ബന എന്ന ആ റബ്ബിലേക്ക് മാത്രം തിരിയുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ ദുആകളും ഒന്നുകിൽ അല്ലാഹുമ്മ അലി റബ്ബന അലി റബ്ബി പഠിച്ചവനോടാണ്. അള്ളാഹു അല്ലാത്ത ഒരാളോടും ഒരാളെയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. നബിയുടെ മുമ്പ് ലക്ഷത്തിൽ പരം അമ്പിയാക്കൾ മുർസലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരെ ഒന്നും ഇടതേടിക്കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദുആകൾ പഠിപ്പിച്ചു തന്നത്. അമ്പിയാക്കന്മാരുടെ ദുആയും ഖുർആനിലുള്ളത് അങ്ങനെ തന്നെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജീവിതത്തിലെ ഓരോ സമയത്തും നമുക്ക് ദുആകളുണ്ട്. അതൊക്കെ ഹനീഫിയത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹനീഫിയത്ത് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും പഠിച്ചവനെ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ, മഴ പെയ്തത് ഒരു നാറ്റുവേലയുടെ കാരണത്താലാണ് എന്ന് പറഞ്ഞപ്പോൾ നബി അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഹുദൈബിയ ദിവസം ശക്തമായ രാത്രിയിൽ മഴ പെയ്തു. നേരം വെളുത്തപ്പോൾ പലരും പറഞ്ഞു ഈ ഒരു മഴ ഇടമഴ കിട്ടിയത് ഇല്ല നക്ഷത്രം മുഖേനയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഠിനമായി വിരോധിക്കുകയും മുശ്രിക്കായി പോകും അങ്ങനെ പറഞ്ഞു പോയാൽ. അത് നേർക്കുനേരെ എല്ലാം പഠിച്ചവനാണ് തരുന്നത്. ഒരുപക്ഷെ ഓരോ കാലഘട്ടത്തിലും ഓരോ നാട്ടിലും ഇല്ല നക്ഷത്രം, ഇല്ല രാശി, ഇല്ല കൊണ്ട് തണുപ്പ്, ഇല്ല നക്ഷത്രം അവിടെ എത്തുമ്പോൾ ചൂട്, അങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ഇതൊക്കെ അള്ള തരുന്നതാണ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ പാടില്ല. ഖുമൂ ബിനാ നസ്തഗീസു ബി റസൂലില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മദീനത്തെ പള്ളിയിൽ നിന്ന് എന്തോ ആളുകൾ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വരി, നമ്മൾ റസൂലിനോടൊന്ന് സഹായം തേടാം ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞപ്പോഴും നബി അത് കേട്ടു. റസൂലിനോട് സഹായം തേടാം. നമ്മൾ പരസ്പരം കൊണ്ടുകൊണ്ടും സൗഹാർദ്ദത്തിൽ ഓരോരോ സഹായം ചോദിക്കലുണ്ടല്ലോ. അതുപോലെ റസൂലിനോട് സഹായം തേടാൻ റസൂലിനോട് മേടിച്ച് പ്രാർത്ഥിക്കാനൊന്നും അല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്. നബിയോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാമെന്നായിരിക്കാം. അപ്പം നബി ആ പദപ്രയോഗം പോലും അനുവദിച്ചില്ല. ഇന്നഹു ലാ യുസ്തഗാസു ബി, എന്നോട് നിങ്ങളാരും സഹായം തേടാൻ പാടില്ല. വഇന്നമാ യുസ്തഗാസു ബില്ലാ, അള്ളാഹുവിനോടെ സഹായം തേടാൻ പാടില്ല. അപ്പം നമ്മൾ ആ തൗഹീദിൻ്റെ ആ ശക്തിയാണ്. പഠിച്ചവനോട് അതൊരു തർക്ക വിഷയമേ അല്ലല്ലോ തൗഹീദ്. വെറുതെ ഒരു തർക്കത്തിലെത്തിയതാണ്. പഠിച്ചവനല്ലാതെ മറ്റൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് രക്ഷയോ ശിക്ഷയോ കിട്ടാനും നമുക്ക് ചോദിക്കാൻ പാടില്ല. അതാണ് ഹനീഫിയത്ത്. ഹനീഫൻ ഫിത്രത്തല്ലാഹ്, അതാണ് അള്ളാഹുവിൻ്റെ പ്രകൃതിയും നമ്മുടെ മനസ്സിൻ്റെ തേട്ടം. ഏത് ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നാലും അവസാനം മനസ്സെല്ലാം കാലിയാകുമ്പോൾ നമ്മളെ സങ്കടം ദൈവമേ ഈശ്വര എന്നായിരിക്കും. അതാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രകൃതി, ഫിത്രത്തല്ലാഹ്. മനുഷ്യനെ അള്ളാഹു ഏതൊരു പ്രകൃതത്തിലാണോ അല്ലത്തി ഫത്രന്നാസ അലൈഹ, മനുഷ്യനെ ഏതൊരു പ്രകൃതത്തിലാണോ അള്ളാഹു തആല നിശ്ചയിച്ചത് ആ പ്രകൃതം അതാണ്. ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിന് ഈ പ്രകൃതത്തിന്, ഇവിടെ ഖൽഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഏതൊരു പ്രകൃതത്തിൽ സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിപ്പിൽ ഒരു മാറ്റം വരുത്താൻ പാടില്ല. ഇതിൻ്റെ കഴിഞ്ഞ സൂറത്തുകളിൽ നമ്മൾ പറഞ്ഞല്ലോ 27 വരെ സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ എന്ന 17-ാമത്തെ ആയത്ത് മുതൽ
27-ാമത്തെ ആയത്ത് വരെ നമ്മളെന്താ പറഞ്ഞത്? അള്ളാഹുവിനെ പ്രകീർത്തിക്കണം രാവിലെയും വൈകുന്നേരം. പഠിച്ചവനാണ് എല്ലാ കീർത്തനങ്ങളും സ്തുതിയും അർഹൻ. എന്തുകൊണ്ടെന്നാൽ കുറേ കാര്യങ്ങൾ ഒമിനായാത്തി അൽ ഖലഖലക്കും, നമ്മളുടെ എല്ലാ ജീവിതത്തിലും നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ അള്ളാഹുവിൻ്റേത് മാത്രമാണ്. മനുഷ്യനതിൽ ഒരു ഇടപെടലും ഇല്ല. അള്ളാഹുവിൻ്റേത് മാത്രമാണ്. ഇടി, മിന്നൽ, ജീവിക്കുന്നത്, മരിക്കുന്നത്, മഴ പെയ്യുന്നത്, മനുഷ്യന്മാരുടെ ഭാഷാ വൈവിധ്യങ്ങൾ, നിറവ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ആകാശഭൂമിയുടെ ഈ സൃഷ്ടിപ്പ്, നമ്മുടെ ഉറക്കം, ഉണർച്ച, രാത്രി പകല്, അതിലുള്ള മാറ്റം, ഭൂമിയിൽ വരണ്ടുണങ്ങുന്ന ഭൂമി, പിന്നീട് അത് പച്ചപ്പായി ജീവിച്ച് വളരുന്ന ഭൂമി, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പടച്ചോൻ്റെത് മാത്രമാണല്ലോ. അപ്പോൾ അത് അള്ളാഹിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെ എല്ലാം പടച്ചോനാണ്. അതുപോലെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവോടല്ലാതെ ഹനീഫൻ, നേർക്കുനേരെ അള്ളാഹുവിലേക്ക് തിരിയണം. ലാ തബ്ദീല ലി ഖൽഖില്ല, ഈ ഖൽഖിന് ഒരു മാറ്റവും വരുത്തിക്കൂടാ. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് നേരെ ചൊവ്വയുള്ള മതം. അപ്പോൾ ആ തൗഹീദാണ് മതം എന്ന് പറയുന്നത്. ആ തൗഹീദിന് വിരുദ്ധമായി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് മനുഷ്യന്മാർ അള്ളാഹു അല്ലാത്തവരെയോട് പ്രാർത്ഥിക്കാനും രക്ഷ കിട്ടാനൊക്കെ ചെയ്യുന്നുണ്ടോ, അതിലൊന്നും ഒരർത്ഥവുമില്ല. തർക്കം മാത്രമല്ലാതെ മറ്റൊന്നുമില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധിക പേരും ഇത് അറിയുന്നില്ല. അധിക പേരും ഈ ഒരു തൗഹീദ് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഒക്കെ അള്ളാഹുവിനാണ്, നേർക്കുനേരെ അള്ളാഹുവിനോട് എന്ന ആ ഒരു കാര്യം അറിയാൻ അധികമാരും ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നില്ല. പക്ഷെ നീ എന്ത് ചെയ്യണം? ആ അള്ളാഹുവിങ്കലേക്ക് ഫഅഖിം വജ്ഹക, നിന്റെ മുഖത്തെ നീ തിരിക്കണം ഈ ദീനിലേക്ക് നേർക്കുനേരെ. മുനീബീന ഇലൈഹി, അവനിലേക്ക് കേരിച്ച് മടങ്ങിക്കൊണ്ട്. അനാബ എന്ന് പറഞ്ഞാൽ കേരിച്ച് മടങ്ങി. താബ എന്നുള്ള അർത്ഥമാണ് അനാബക്ക്. അതാണ് മുനീബ്. നമ്മൾ പേരൊക്കെ ഉണ്ടല്ലോ, മുനീബ് എന്ന് പറഞ്ഞാൽ തായിബ്, കേരിച്ച് മടങ്ങുന്നവൻ. അതിന് ബഹുവചനമാണ് മുനീബീന ഇലൈഹി, അവനിലേക്ക് കേരിച്ച് മടങ്ങിക്കൊണ്ട് നിന്റെ മുഖത്തെ നീ നേർക്കുനേരെ അള്ളാഹുവിലേക്ക് തിരിക്കണം. അതിന് നമ്മൾ പഠിച്ചവൻ്റെ നേരെ പ്രാർത്ഥിക്കുമ്പോഴും ഇബാദത്ത് ചെയ്യുമ്പോഴും അള്ളാഹിനെ വിളിക്കുമ്പോഴും നമ്മളെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കേരിച്ച് മടങ്ങിയിട്ട് വേണം നമ്മൾ അവനെ വിളിക്കാൻ. കുറ്റത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും കുറ്റവാളികളായിക്കൊണ്ടും അതിൽ ഉറച്ചു നിന്നുകൊണ്ടും അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു വിളി കേൾക്കുകയില്ല. അതിൽ നിന്ന് പിന്മാറി കേരിച്ച് സങ്കടത്തോടു കൂടി ആയിരിക്കണം നമ്മൾ അള്ളാഹുവിലേക്ക് നേർക്കുനേരെ മുഖം തിരിക്കേണ്ടത്. മുനീബീന ഇലൈഹി, അവനിലേക്ക് കേരിച്ച് മടങ്ങിക്കൊണ്ട്. വത്തഖൂഹു, അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. എപ്പോഴെങ്കിലും ഒരിക്കൽ അള്ളാഹുവിലേക്കാണ് കേരിച്ച് മടങ്ങി തൗബ എന്ന് പറയുന്ന ഒരു ചടങ്ങ് കഴിച്ചിട്ട് നമ്മൾ ജീവിച്ചാൽ പോരാ. ആ ചടങ്ങ് കഴിച്ചാൽ ആ തൗബയോടുകൂടി പിന്നെ തഖ്വയിൽ ജീവിക്കണം. വത്തഖൂഹു, ഇതൊക്കെ നമ്മളെ ആളുകൾ ഒരു തരം തെറ്റിദ്ധാരണയിലായതാണ്. നമ്മളൊരു തൗബാണ്ട് ചെയ്യും, നിസ്കാരം കഴിഞ്ഞാണ്ട് ദ്വാരക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വബാരിക് അലൈനാ, അല്ലെങ്കിൽ നമ്മൾ റമളാനിൽ കുറേ ദ്വാരക്കും. എന്നിട്ട് വത്തഖൂഹു, ആ ദ്വാരുന്ന തൗബയുടെ അടിസ്ഥാനത്തിലുള്ള സൂക്ഷ്മത ജീവിതത്തിലൊട്ട് കാണിക്കുകയുമില്ല. അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിലേക്ക് കേരിച്ച് മടങ്ങിക്കൊണ്ടും വത്തഖൂഹു, അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. വഅഖീമുസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവീൻ. ചിലയിടത്തൊക്കെ അഖീമുസ്സലാത്ത എന്നുള്ളയിടത്ത് ഖുർആനിൽ അധിക സ്ഥലത്തും ആത്തു സക്കാത്ത, സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കാണാം. ഇവിടെ അഖീമുസ്സലാത്ത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിത കാര്യങ്ങൾ നേരെ ചൊവ്വയാവണമെങ്കിൽ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കണം. അതാണ് നമസ്കാരമാണ് മനുഷ്യൻ്റെ കുറ്റി. ആ കുറ്റിമ കെട്ടിയിട്ട് കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ നിർവഹിക്കുക. 5 നേരം
ആ കുറ്റിയിൽ നമ്മളങ്ങനെ കെട്ടിയിട്ടാൽ ആ കുറ്റിയിൽ നിന്ന് നമുക്ക് ദൂരെ പോകാവുന്ന ആ ദൂരത്തല്ലേ നമുക്ക് മേഞ്ഞടക്കാൻ കഴിയുള്ളൂ, അപ്പുറത്തേക്ക് ചാടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 5 നേരവും നമസ്കാരം കൃത്യമായി ഇഖാമത്ത് അത് നിലനിർത്തി കഴിഞ്ഞാൽ അള്ളാഹുമായുള്ള ആ ബന്ധത്തിൽ നിന്ന് എത്ര അകന്നു പോകാൻ ശ്രമിച്ചാലും നമ്മൾ വീണ്ടും തിരിച്ച് ഇതിലേക്ക് തന്നെ വരും. അപ്പോൾ മനുഷ്യനും പടച്ചവനും തമ്മിൽ അടുക്കാനുള്ള ഏക മാർഗം നമസ്കാരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ലളിതമായതും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന എല്ലാവർക്കും അറിയുന്നതും നമസ്കാരമാണ്. നോമ്പ് നോൽക്കുക പറഞ്ഞാൽ ഒരുപാട് പണിയുണ്ട്, അതിനാണ്ട് ഒരുങ്ങിക്കിട്ടാൻ അത് ചെയ്ത് തീർത്തിട്ടാണ്. ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പണി ഇപ്പം തീർത്താൽ തീരുമില്ല. ഇനി സക്കാത്ത് കൊടുക്കലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിസ്കാരം എന്ന് പറയുന്നത് ഏതൊരു ചെറിയ കുട്ടിക്കും അറിയുന്ന വിധത്തിൽ, ആർക്കും ചെയ്യാവുന്ന വിധത്തിൽ, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിർവഹിക്കാവുന്ന വിധത്തിൽ അല്ലാഹു തആല അതിനെ അങ്ങോട്ട് ലളിതമാക്കി. 2 റക്അത്ത് കയറിച്ചാൽ മതി യാത്രക്കാരനാണെങ്കിൽ. എന്നാൽ ഉച്ചവരെ നോമ്പ് നോറ്റാൽ മതി യാത്രക്കാരെന്ന് പറഞ്ഞു. നോൽമ്പ് നോൽക്കണ്ട, അത് പിന്നെ നോറ്റ് വീട്ടണം ഫുള്ള്, അതിൽ കുറവില്ല. പക്ഷെ നമസ്കാരത്തിൽ ജമ്മും കസറുമാക്കി എല്ലാ കാര്യത്തിലും എളുപ്പമാക്കി തന്നു. എന്തിനാണ്? ആ കുറ്റി അവിടെ നിലനിൽക്കാൻ വേണ്ടി. അഖീമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തണം. ഇന്നത്തെ അറബിലെ ഖുത്ബയുടെ അടിസ്ഥാനവും അത് തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു സന്ദേശവും അത് തന്നെയാണ്. ഒരുപാട് രാത്രി നമസ്കരിക്കും, ഒരുപാട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കും, പക്ഷേ ഫർദിൻ്റെ കാര്യത്തിൽ മനുഷ്യന്മാർ ശ്രദ്ധിക്കൂല. ഒരുപാട് ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും സലാത്തുകളും തസ്ബീഹുകളൊക്കെ ചെല്ലും, പക്ഷേ പടച്ചോനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന തൗഹീദ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് അഖീമുസ്സലാത്ത്, പടച്ചവനിലേക്ക് കരിച്ചു മടങ്ങുക, അവനെ സൂക്ഷിക്കുക. അഖീമുസ്സലാത്ത്. എന്നിട്ട് അല്ലാഹ് പറയുന്നത് വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും നിങ്ങളായിത്തീരരുത്. അതായത് മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ, മിനല്ലദീന ഫറഖൂ ദീനഹും, ദീനിനെ ഭിന്നിപ്പിച്ചവരുടെ കൂട്ടത്തിൽ. ഫറഖ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു, ഭിന്നിച്ചു പോയി, ദീനിൻ്റെ കാര്യത്തിൽ നിന്ന് തെറ്റിപ്പോയി എന്നർത്ഥം. തെറ്റിപ്പോയപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായത്തിലും ഓരോ വിഭാഗങ്ങളുമായി മാറി. ദീന് ഒന്നേ ഉള്ളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തന്ന, ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന, റസൂലിൻ്റെ സുന്നത്തിൽ കൂടി വിവരിച്ചു തന്ന ഒരൊറ്റൊന്നേ ദീനുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അലാ വ ഇന്ന മൻ ഖബലക്കും മിൻ അഹ്ലിൽ കിതാബ്, നിങ്ങളുടെ മുമ്പുള്ള അഹ്ലുൽ കിതാബ് വേദക്കാര് ഇഫ്തറഖു ഇസ്നൈനി വസബഈന ഫിർഖ, 72 സംഘങ്ങളായിട്ട് അവർ പിരിഞ്ഞുപോയി. എന്നാൽ അവരെക്കാളും ഒരു സംഘം കൂടിയിട്ടാണ് നമ്മളെ ആളുകൾ ഉണ്ടാവുക. അവർ പിരിഞ്ഞ പോലെ 72 നമ്മളുണ്ടാകും, പ്ലസ് ഒരു സംഘവും കൂടി ഉണ്ടാകും. ഇന്ന ഹാദിഹിൽ മില്ല, ഈ മില്ലത്ത് മുസ്ലിം ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്ന ഈ മാർഗം 73 സംഘങ്ങളായിട്ട് മാറും. സലാസിൻ വസബഈന ഫിർഖ വസതഫ്തരിഖു ഹാദിഹിൽ മില്ലത്തു സലാസിൻ വസബഈന ഫിർഖ, 73 സംഘങ്ങളായിട്ട് ഈ മില്ലത്ത് മാറും. അതിൽ ഇസ്നൈനി വസബഊന ഫിന്നാർ, 72 നരകത്തിലായിരിക്കും. പിന്നെ വവാഹിദത്തുൻ ഫിൽ ജന്ന, 1 സ്വർഗത്തിലായിരിക്കും. അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവരും പറയാം ഞങ്ങളാണ്, എല്ലാ സംഘവും പറയുന്നതാണ് പറഞ്ഞിട്ട് അത് ഞങ്ങളാണ്, ബാക്കിയുള്ള ഞങ്ങളൊക്കെ കാഫിര്യങ്ങളാണ്, അല്ലെങ്കിൽ നരകത്തിലാണ്. അങ്ങനെ നമ്മൾ അവകാശവാദം പറയല്ല വേണ്ടത്, അങ്ങനെയല്ല വേണ്ടത്. 72 നരകം. സാഹിബിമാർ ചോദിക്കുന്നുണ്ട്, ആരാണ് നബിയായി ഒരു സംഘം, സ്വർഗത്തിൻ്റെ ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ വഹിയൽ ജമാ, ആ ജമാഅത്ത്, ആ സംഘം, ആദ്യ സംഘം ഏതൊരവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് അവരാണ് സ്വർഗത്തിലുള്ള ഒരു സംഘം. അൽ ജമാഅത്ത്, അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിക്കുകയും അതനുസരിച്ച് സംഘമായി ജീവിക്കുകയും ചെയ്തവർ എന്ന് പറഞ്ഞാൽ സഹാബികളാണ്. അപ്പം സഹാബികൾ റളിയല്ലാഹു തആല അൻഹും വസാബിഖൂന സാബിഖൂൻ, അവരാണ് എല്ലാ കാര്യത്തിലും മുൻകടന്നവർ. അവരുടെ വിശ്വാസം എന്തായിരുന്നു?
അവരുടെ നമസ്കാരം എങ്ങനെയായിരുന്നു, അവരുടെ നോമ്പ്, അവരുടെ ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു, അവരുടെ ദാനധർമ്മങ്ങൾ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ജീവിച്ചത്, അതുപോലെ ജീവിക്കുന്നവർ. അപ്പോൾ പിന്നെ നമ്മൾ സംഘത്തിക്കല്ല നോക്കേണ്ടത്, നമ്മിലേക്കാണ്. നമ്മൾ അവരുടെ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിനോടല്ലാതെ അവരാരും പ്രാർത്ഥിച്ചിട്ടില്ല, അള്ളാഹുവിനല്ലാതെ അവർ വഴിപാടുകൾ നടത്തിയിട്ടില്ല, റസൂലിൻ്റെ സുന്നത്ത് അവർ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചിരുന്നു, നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. പരസ്പരം വിദ്വേഷങ്ങളും സ്വാഭാവികമായ കോപങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്നിച്ച് ജീവിച്ചിരുന്നു, പരസ്പരം സഹായിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഒരു ജമാഅത്തിൻ്റെ എന്തെല്ലാം വിശ്വാസത്തിലും ഇബാദത്തുകളിലും എന്തെല്ലാം ഗുണനിഷ്ഠകളുണ്ടായിരുന്നോ അതനുസരിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് ആ ഒരു വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പിന്നീട് പറയുന്നുണ്ട്, വഇന്നഹു സയഖ്റുജു ഫീ മിൻ ഉമ്മത്തി അഖ്വാമുൻ, എൻ്റെ സമൂഹത്തിൽ ചില ആളുകൾ വരാനിരിക്കുന്നുണ്ട്, പുറപ്പെടാനിരിക്കുന്നുണ്ട്. എൻ്റെ സമൂഹത്തിൽ നിന്ന് ഒരു വിഭാഗം പുറപ്പെടാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി പുറത്തിറങ്ങാനുണ്ട്, വരാനുണ്ട്. അവരതാണ്, അവർ തജാറ ബിഹിം തിൽക്കൽ അഹ്വാ, ആ ദേഹേച്ഛകൾ അവരെ കൊണ്ടിങ്ങനെ കളിക്കും. അവരെ നിയന്ത്രിക്കുന്നതും അവരെ നടത്തുന്നതും ദേഹേച്ഛകളായിരിക്കും. കമാ തജാറ അൽ കലബു ഫീസ് അസ്ഹാബിഹി, കലബ് എന്ന് പറഞ്ഞാൽ പേവിഷം, പേ പിടിച്ച പേപ്പട്ടിയുടെ വിഷം അവരുടെ മനുഷ്യന്മാരെ കൊണ്ട് കളിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് ചുറ്റിത്തിരിയിക്കുന്ന പോലെ ഈ ദേഹേച്ഛകൾ അവരെ കൊണ്ടിങ്ങനെ അവരെ കറക്കി നടക്കും. അതെന്ന് പറഞ്ഞാൽ അവരെ പിന്നെ നിയന്ത്രിക്കുന്നതും അവരെ നടത്തുന്നതും ഇരുത്തുന്നതും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഹവകളായിരിക്കും, പേ പിടിച്ച ആളെ പോലെയെന്ന്. ലാ യബ്ഖാ മിൻഹു ഇർഖുൻ വലാ മഫ്സലുൻ, പേ പിടിച്ചാൽ ഒരാളുടെ നാഡിനരമ്പുകളിലോ അല്ലെങ്കിൽ അവൻ്റെ പേശികളിലോ ആ പേവിഷം എത്താതെ ബാക്കിയാവുകയില്ലല്ലോ. എല്ലാ നാഡിനരമ്പിലും പേശിയിലും പേവിഷമെത്തും, അതിൻ്റേതായ നിയന്ത്രണത്തിലായിരിക്കും, പിന്നീട് അവൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിപ്പോകും. അതുപോലെ ദേഹേച്ഛകൾ പിടിച്ചിട്ട് നാഡിനരമ്പുകളിലൊക്കെ അത് കയറിപ്പിടിച്ച് പിന്നെ മാറാൻ പറ്റാത്ത വിധം ഒരു പേവിഷബാധയേറ്റവനെ പോലെ ദേഹേച്ഛകളായി അങ്ങനെ ഓരോരുത്തർക്കും തോന്നിയതൊക്കെയാണ് പറയും. ഓരോരുത്തർക്കും തോന്നിയത് അവൻ്റെ ദീനായിട്ട് പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടം വരും. അന്ന് അൽ ജമാഅത്ത്, ആ സംഘം പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസ്ഹാബി കന്നുജൂം, എൻ്റെ സഹാബിമാർ നക്ഷത്രങ്ങളെപ്പോലെയാണ് എന്ന് പറയപ്പെട്ട ആ ഒരു നല്ല സമൂഹം സാബിക്കുകളുടെ കൂടെ ജീവിക്കണം. അതാണ് മിനല്ലദീന ഫറഖൂ ദീനഹും, ദീനിനെ ഭിന്നിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങളാവരുത്. വക്കാനു, ഭിന്നിപ്പിക്കുക മാത്രമല്ല, ഭിന്നിപ്പിച്ചിട്ടോ അങ്ങനെ ഭിന്നിപ്പിച്ച് ആണ് ഭിന്നതയായി പോവല്ല ചെയ്തത്. വക്കാനു ഷിയഅൻ, അവർ ഷിയത്തുകളായി മാറി. ഷിയത്ത് എന്ന് പറഞ്ഞാൽ വിഭാഗങ്ങൾ. ഷിയത്ത് അലി എന്നാണ് ഷിയാക്കൾ എന്ന് നമ്മൾ പറയുന്നത്. ഷിയത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. ഷിയത്ത് എന്ന് പറഞ്ഞാൽ അലിയുടെ വിഭാഗം, അലിയുടെ കക്ഷിക്കാർ എന്നാണ് ഷിയത്തു അലി. അതാണ് പിന്നീട് ഷിയാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഷിയാക്കൾ, ഷിയത്തു അലി എന്ന് പറയുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ കക്ഷികളായി പിരിയുകയും അബൂബക്കർ സിദ്ദീഖിനും ഉസ്മാൻ ഇബ്നു ഉമർ ഖത്താബിനും ഉമ്മഹാത്തുൽ മുഅ്മിനീനുകൾക്കൊക്കെ എതിരായി ഞങ്ങൾ അലിയുടെ ആളുകളായിട്ട് രംഗത്ത് വന്ന ഒരു കക്ഷികളാണ് ഷിയാക്കൾ. എന്നാൽ അലി റളിയല്ലാഹു അൻഹു ഈ കക്ഷിത്വത്തിന് നേതൃത്വം കൊടുക്കുകയോ അംഗീകരിക്കുകയോ അവരെ ഒരിക്കലും അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അവർ വെറുതെ അലി നബിയുടെ മരുമകനല്ലേ, അലി നബിയുടെ വളർത്തുപുത്രനല്ലേ, അങ്ങനെ ചെറുപ്പത്തിൽ വളർത്തിയതല്ലേ, അതുകൊണ്ട് ഞങ്ങളൊക്കെ അലിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് കക്ഷിത്വം തുടങ്ങി വെച്ചവർ ഷിയാക്കളാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഷിയാക്കൾ എന്നുള്ള പേര് അവർക്ക് വന്നത്. ഇവിടെ ആ ഷിയാക്കളല്ല, വക്കാനു ഷിയ എന്ന് പറഞ്ഞാൽ വിവിധ കക്ഷികളായി മാറി. ദേഹേച്ഛകൾ കൊണ്ട് ഓരോരുത്തർക്കും തോന്നുന്ന വിധത്തിലുള്ള കക്ഷികളായി മാറി. അങ്ങനെ കക്ഷികളായി തീർന്ന ഫറഖൂ ദീനഹും, ദീനിനെ അങ്ങനെയാണ്ട് വേർപിരിച്ച അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടാൻ പാടില്ല. ആ കക്ഷികളായി മാറിയത് കൊണ്ടുണ്ടായ ദുരന്തം എന്താണ്? കുല്ലു ഹിസ്ബിൻ, എല്ലാ പാർട്ടികളും, ഹിസ്ബ് എന്ന് പറഞ്ഞാൽ പാർട്ടി, കക്ഷി, വിഭാഗങ്ങൾ. കുല്ലു ഹിസ്ബിൻ, അൽ അഹ്സാബ് എന്നുണ്ടല്ലോ ഒരു സൂറത്തിൻ്റെ പേര്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ കക്ഷികൾ എന്നാ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ കക്ഷിയും കുറേ കക്ഷികളായി മാറുകയും ദീനിൻ്റെ പേരിൽ കക്ഷികളായി മാറുകയും ഓരോ കക്ഷിയും ഫരിഹൂന ബിമാലദൈഹിം, അവരുടെ പക്കലുള്ള ആശയാദർശങ്ങളിൽ സന്തുഷ്ടരായി ജീവിക്കുകയും ചെയ്യുന്ന ആ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത്. അതാണ് ബിമാലദൈഹിം ഫരിഹൂൻ, അവരുടെ അടുക്കലുള്ളത് ഞാൻ വിശ്വസിക്കുന്നതും ഞങ്ങളുടെ കക്ഷിയുമാണ് സത്യത്തിൻ്റെ ആളുകൾ. എല്ലാ കക്ഷികളും അങ്ങനെ പറയുന്നു. എന്നാൽ ഈ കക്ഷികൾ ആരും ആ അൽ ജമാഅത്ത്, നബിയുടെ കൂടെയുള്ള സഹാബികൾ ഞങ്ങളെ വിചാരിക്കുന്ന ആദർശത്തിലാണ്, അതുപോലും നോക്കണില്ല. ഓരോരുത്തരും തൻ്റെ കക്ഷിത്വത്തിന് പ്രാധാന്യം നൽകുകയും എന്നാൽ ഇസ്ലാം നേരിട്ട് പ്രവാചകനിൽ നിന്ന് ഇസ്ലാം പഠിച്ച ആ സഹാബിമാരുടെ വിശ്വാസവും ആചാരങ്ങളും രീതിയും എന്തായിരുന്നു അത് നോക്കാതെ കക്ഷികളായി വേർപിരിഞ്ഞ ആ കൂട്ടത്തിൽ വലാ തകൂനു, നിങ്ങളാവരുത് മിനൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകരിൽ പെട്ടുപോകരുത്. അവർ പടച്ചോനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അവരിൽ നിന്നുള്ള മറ്റൊരു വിഭാഗം തന്നെയാണ് ഫറഖൂ ദീനഹും മിനല്ലദീന ഫറഖൂ ദീനഹും, അവരവരുടെ ദീനിനെ ഭിന്നിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത്. എന്നിട്ടോ കുല്ലു ഹിസ്ബിൻ വകാനൂ ശിയഅൻ, അവർ കക്ഷികളായി വേർപിരിയുകയും ചെയ്തു. കുല്ലു ഹിസ്ബിൻ ബിമാലദൈഹിം ഫരിഹൂൻ, ഓരോ വിഭാഗങ്ങളും അവരുടെ അടുക്കലുള്ളത് കൊണ്ട് സന്തുഷ്ടരാണ്. ഫരിഹൂൻ എന്ന് പറഞ്ഞാൽ ഫറഹ്, സന്തോഷം. ഇത് മുശ്രിക്കീങ്ങളുടെ രീതിയാണ്. മുശ്രിക്കീങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കും. ഓരോരുത്തരും ഓരോ പ്രതിഷ്ഠകളും ഓരോ പ്രതിമകളുമായിട്ട് അവരുടെ വിശ്വാസം ഭിന്നിച്ചു പോകും. എന്നാൽ അള്ളാഹുവിനെ മാത്രമാണെങ്കിൽ എല്ലാവരും എല്ലാ നാട്ടിലുള്ളവരും ഒരു റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ അവർ കക്ഷിത്വമായി പിരിഞ്ഞ പോലെ ദീനിൻ്റെ കാര്യത്തിൽ ഓരോരുത്തരും ദീൻ അവനവൻ കാണുന്ന, അവനവൻ അഭിപ്രായപ്പെടുന്ന, അവനവൻ മനസ്സിലാക്കുന്ന രൂപത്തിൽ ദീനിനെ കണ്ടാൽ കക്ഷികളാകും. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് വളർത്തിയ ആ ഒന്നാം ബാച്ച് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ ദീനിനെ കണ്ടാൽ ഒരിക്കലും കക്ഷിത്വം സമൂഹത്തിലുണ്ടാവുകയില്ല. ആ ഒരു കക്ഷി അങ്ങനെ ജീവിക്കുന്ന അൽ ജമാഅത്തിൻ്റെ കൂടെ ജീവിക്കുന്നവരാരോ അവരാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കുന്ന കക്ഷികൾ. ബാക്കി എന്തൊക്കെ കക്ഷികളുണ്ടെങ്കിലും അവരൊക്കെ സ്വർഗത്തിലല്ല എന്ന് നബി പഠിപ്പിച്ചു. ഇനിയിപ്പോൾ ആ കക്ഷികൾ ആരൊക്കെയാണ്? ആ 72 തലക്കെന്ന് കണ്ട് ഖവാരിജുകൾ, ഷിയാക്കൾ, നമ്മളിങ്ങനെ കണ്ട് എണ്ണി നോക്കിയാൽ എത്രയോ കാണാം. പക്ഷെ അതൊരു ആലങ്കാരിക പ്രയോഗമോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം. എത്ര കക്ഷികൾ മുസ്ലിങ്ങൾ ഉണ്ടായാലും അവരുടെയൊക്കെ അടിസ്ഥാനം ഈ 72ലേക്ക് വരാനാണ് സാധ്യത. ഇപ്പോൾ ഓരോ രാജ്യത്തും മുസ്ലിമീങ്ങൾ എത്രയോ വിഭാഗങ്ങളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ആദർശം ഒന്നിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ 73 നിൽക്കും. ഇപ്പോൾ സഹാബത്തിൻ്റെ അൽ ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എൻ്റെ സമുദായത്തിൽ ഒരു കൂട്ടർ സത്യത്തിൽ അതിജയിച്ച് നിൽക്കുന്നവരുണ്ടായിരിക്കും. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ കൈയൊഴിഞ്ഞവരോ അവരെ എതിർക്കുന്നവരോ അവർക്കൊരു പ്രയാസവും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞാൽ അവരവരുടെ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവർ ലോകത്തൊക്കെ ഒരു വിഭാഗം എന്നുണ്ടായിരിക്കുന്ന. അപ്പോൾ അൽ ജമാഅത്തിൻ്റെ കൂടെ രാജ്യം ഏത് രാജ്യത്തും ഏത് ലോകത്തും ഉള്ളതുപോലെ
അൽ ജമാഅത്തിന് വിഭിന്നമായി കക്ഷികളായി തീർന്ന 72 കക്ഷികൾ എല്ലാ രാജ്യത്തും ഒരുപക്ഷെ 7500 200 ഉണ്ടായാലും അതൊക്കെ 72-ൽ ഒതുങ്ങുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കമ്മട്ടത്തിന് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കേണ്ട വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നബി അത് പറയാം. അപ്പോൾ അവരൊക്കെ അവരുടെ ആദർശങ്ങൾ, ഇപ്പോൾ അന്ധവിശ്വാസം, ഖബർ പൂജ, ഖബറാരാധന, അത് നമ്മൾ നോക്കിയാൽ പലയിടത്തും പല രൂപത്തിലാണ് ഖബറാരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലയിടത്ത് നേരെ ഖബറുകൾ തന്നെയാണ് നേരിട്ട് പൂജകൾ നടത്തുന്നത്. ചിലയിടത്ത് ഖബറിൻ്റെ പ്രതീകങ്ങളാണ്, ഖബറിൻ്റെ പ്രതീകങ്ങളായിട്ട് ഉള്ള ഖബറാരാധനയാണ്. ഖബറൊന്നും അവിടെ ഉണ്ടാവില്ല, നേരെ മറിച്ച് ഖബറിൻ്റെ പ്രതീകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഖബറാരാധന തന്നെ അതിനോടനുബന്ധിച്ച ആചാരങ്ങൾ പലയിടത്തും പല ജാതിയാണ്. ഇപ്പം ഇന്നലെ പത്രത്തിൽ നമ്മൾ കണ്ടല്ലോ, ഈ തിരൂരടുത്ത് പുതിയങ്ങാടി എന്ന സ്ഥലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ എഴുന്നള്ളുന്ന നേർച്ചയാണ് പുതിയങ്ങാടി യാഹൂത്തങ്ങളോ എന്താണ് ആനകൾ എഴുന്നള്ളുന്നതാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആനകളെയും ഒട്ടകങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള അതുണ്ടാവും. അത് നമ്മുടെ നാട്ടിലെ ആനയാണ്, വേറെ സ്ഥലത്ത് വേറെ ഒന്നായിരിക്കും. ആ നിലക്ക് അത് എത്രണ്ണമായാതി ഉണ്ടെങ്കിലും അതൊക്കെ ഒരൊറ്റക്കക്ഷിയായി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മൗലൂദുകളും റാത്തീബുകളും അതുപോലെയുള്ള കക്ഷിത്വങ്ങൾ കൊണ്ടുണ്ടായ പുതിയ പുതിയ അനാചാരങ്ങളൊക്കെ വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത രൂപമാണെങ്കിലും അതിൻ്റെയൊക്കെ അസ്ല് ഒന്നായിരിക്കും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൻ്റെ അവസാന വാക്കുകളാണ് നമ്മൾ പേടിക്കേണ്ടത്. പേപ്പട്ടിയുടെ പേവിഷം പോലെ എല്ലാ സന്ധികളിലും എല്ലാ നാഡിനരമ്പുകളിലും കയറി വരുന്ന ആ ദേഹേച്ഛകളായിരിക്കും അവരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ അപകടകരമായ ഒരു ഉപമയാണത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോ കക്ഷികളും അവരവരുടെ അടുക്കലുള്ളത് കൊണ്ട് അവർ തൃപ്തിപ്പെടുകയാണ് എന്ന്. ഹാദാ തഹദീറുൻ ഒഫി ഹാദാ തഹദീറുൻ ലിൽ മുസ്ലിമീൻ. ഈ ആയത്ത് ഇമാം സയ്യിദ് റഹ്മത്തുള്ളാഹി പറയാണ്, ഈ ആയത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ള വലിയ താക്കീതുണ്ട്. മിൻ തശത്തുതിഹിം വതഫറുഖിഹിം ഫിറഖൻ. അവർ വിഭിന്ന കക്ഷികളായതുകൊണ്ടും അവർ വേർപിരിഞ്ഞതുകൊണ്ടും പല കക്ഷികളായി വേർപിരിഞ്ഞതുകൊണ്ടും കുല്ലു ഫരീഖിൻ ഓരോ കക്ഷികളും യതഅസ്സബു ലിമാ മഅഹു മിൻ ഹഖ്ഖിൻ വബാത്തിലിൻ അവരുടെ കക്ഷിത്വത്തിലുള്ള ഹക്കാവട്ടെ ബാത്തിലാവട്ടെ അതിന് അവർ പക്ഷം പിടിക്കും. തഅസ്സബ എന്ന് പറഞ്ഞാൽ പക്ഷം പിടിക്കും. എൻ്റെ കക്ഷി ശരി പറഞ്ഞാലും അതിന് പക്ഷം പിടിക്കും, തെറ്റ് പറഞ്ഞാലും അതിന് പക്ഷം പിടിക്കും. ഫയകൂനൂന മുതശാബിഹീന ബിദാലിക. അങ്ങനെ അവർ സാദൃശ്യമുള്ളവരാകുന്നു. ലിൽ മുശ്രിക്കീന മുശ്രിക്കുകളോട് സാദൃശ്യപ്പെടുന്നു. ഫിത് തഫറുഖി വിഭിന്നതയിൽ വേർതിരിയുന്ന കാര്യത്തിൽ. ബലിദ്ദീനു വാഹിദുൻ പക്ഷേ ദീനൊന്നാണ് അവരുടെയൊക്കെ. വറസൂലു വാഹിദുൻ എല്ലാവരുടെയും റസൂലു ഒന്നാണ്. വലിലാഹു വാഹിദുൻ എല്ലാവരുടെയും ഇലാഹു ഒന്നാണ്. ദീനും അള്ളയും റസൂലും ദീനും ഒന്നാണ്. പക്ഷേ ഓരോരുത്തരും അവരുടെ കക്ഷികൾ ശരി പറഞ്ഞാൽ അതിനും സിന്ദാബാദ് വിളിക്കും, തെറ്റ് പറഞ്ഞാൽ അതിനും സിന്ദാബാദ് വിളിക്കും. ഇതല്ല വേണ്ടത്. ശരിക്ക് വേണ്ടിയിട്ട് ആ അൽ ജമാഅത്ത് എങ്ങനെയാണോ അതിനു വേണ്ടി നിലനിൽക്കുന്നവരായിരിക്കണം എന്നാണ്. പിന്നെ അടുത്തത് وَإِذَا مَسَّ النَّاسَ ضُرٌّ دَعَوْا رَبَّهُم مُنِيبِينَ إِلَيْهِ ثُمَّ إِذَا أَذَاقَهُم مِّنْهُ رَحْمَةٌ إِذَا فَرِيقٌ مِّنْهُمْ بِرَبِّهِمْ يُشْرِكُونَ. وَإِذَا مَسَّ النَّاسَ മസ്സ എന്ന് പറഞ്ഞാൽ തൊട്ടു, ബാധിച്ചു. അവനെ തൊട്ടു എന്ന് പറഞ്ഞാൽ അവനെ ബാധിച്ചു എന്ന്. ഇദാ മസ്സന്നാസ മനുഷ്യരെ ബാധിച്ചാൽ ളുറുൻ വല്ല ബുദ്ധിമുട്ടുകളും ബാധിക്കുകയാണെങ്കിൽ ദഅഉ റബ്ബഹും അവരുടെ റബ്ബിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കും. മുനീബീന നേരത്തെ പറഞ്ഞ മുനീബാണ്.
പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് ഇലൈഹി ആ റബ്ബിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കും. സുമ്മ ആ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം, അതൊക്കെ മാറിക്കിട്ടിയതിന് ശേഷം, ഇതാ അദാഖഹും ആ റബ്ബ് അവരെ ആസ്വദിപ്പിച്ചാൽ, രുചിപ്പിച്ചാൽ, മിൻഹു അവങ്കൽ നിന്ന് റഹ്മത്ത് രുചിപ്പിച്ചാൽ, അതായത് അള്ളാഹു കുറേ പ്രയാസങ്ങളൊക്കെ കൊടുത്തു, അപ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇതാ അദാഖഹും മിൻഹു റഹ്മത്തൻ, അള്ളാഹുവിങ്കൽ നിന്ന് കാരുണ്യം അവരെ രുചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കാരുണ്യത്തിൻ്റെ തെളിനീര് കൊടുത്തു, അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ ആ സുഖം കൊണ്ട് അവരെ അല്ലാഹു തആല രുചിപ്പിച്ചു കഴിഞ്ഞാൽ, ഇതാ ഫരീഖും മിൻഹും അവരിൽ നിന്നതാ ഒരു ഫരീഖ്, ഒരു ഗ്രൂപ്പ്, ബിറബ്ബിഹിം യുശ്രികൂൻ റബ്ബിൽ പങ്കു ചേർക്കുന്നു. അത് മനുഷ്യന്മാർ എപ്പോഴും അവർക്ക് അല്ലാഹു തആല അവർ ശിർക്കിൽ നിന്നും തൗഹീദിലേക്കും തൗഹീദിൽ നിന്ന് ശിർക്കിലേക്കും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. തഖല്ലുബുൽ ഇൻസാൻ മിനശ്ശിർക്കി ഇല തൗഹീദ് വമിനൽ തൗഹീദ് ഇല ശിർക്കി വമിനൽ ഫറഹി ഇലൽ യഅസ് വമിനൽ യഅസ് ഇലൽ ഫറഹ് എന്ന് മുഫസ്സിറുകൾ ഇതിനെ വ്യാഖ്യാനിച്ച് കാണാം. മനുഷ്യന്മാർ ചിലപ്പോൾ പഠിച്ചവനോട് മാത്രമായിരിക്കും അവൻ്റെ ബന്ധം, അവൻ്റെ ദ്വായും തേട്ടൊക്കെ. ചിലപ്പോൾ പഠിച്ചവൻ നിന്നാണ് വിട്ടിട്ട് വേറെ ആരെങ്കിലും ആയിരിക്കും അവൻ തേടാനും ദ്വാരക്കാനും പോകലെ, അവൻ്റെ മനസ്സ് മാറും. ചിലപ്പോൾ വളരെ സന്തോഷവാനായിരിക്കും മനുഷ്യൻ, ചിലപ്പോൾ അവൻ നിരാശനായിരിക്കും. അതായത് ഒരു ചങ്കുറപ്പില്ലാന്നോ കരളുറപ്പില്ല എന്ന് പറഞ്ഞല്ലോ, ഒരു കൃത്യമായ സ്ഥിരതയില്ലാത്ത മനുഷ്യന്മാരാണ് അധിക പേരും. എന്നാലൊരു വിശ്വാസിയാണെങ്കിൽ അതിൽ സ്ഥിരത വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക. നബി പോലും അത് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവമാണ് വിഷയം എന്ന് നമ്മൾ അറിയണമല്ലോ. റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാറ്റിൽ വീണ് കിടക്കുന്ന ഉണങ്ങിയ ഇല പോലെയാണ് മനുഷ്യൻ്റെ ഹൃദയം. ഒരു കാറ്റ് പടിഞ്ഞാറിൽ നിന്ന് അടിക്കുമ്പോൾ ആ ഇല കിഴക്കോട്ട് മറിഞ്ഞു വീഴും, കിഴക്കിൽ നിന്ന് അടിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മറിയും എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന അതിനാണ് കൽബ് എന്ന് പറയുക. കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മറിയ എന്നർത്ഥം, മറിയ എന്നാണ്. കലബ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു എന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ കൽബ് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇൻഖിലാബ് എന്ന് പറഞ്ഞാൽ സ്വയം മാറുക, മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് വരിക എന്ന്. അപ്പോൾ അല്ലാഹു തആല നബിയോട് അല്ലാഹു പ്രാർത്ഥിച്ചിരുന്നതാ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മുഖല്ലിബ് ആകുന്ന മറിക്കുന്ന പഠിച്ചവനെ, സബ്ബിത്ത് ഖൽബി, എൻ്റെ കൽബിനെ നീ നിലക്ക് നിർത്തണം, ഉറപ്പിച്ച് നിർത്തണം, അലാ ദീനിക്കാലിൻ്റെ ദീനിൽ. കാരണം മറിയാൻ കാരണമാകരുത്, അത് ഉറച്ച് ദീനിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതാണ് ഇവിടെ സുമ്മ ഇതാ അദാഖു ഇതാ മസ്സന്നാസ ദുർറുൻ, മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ബാധിച്ചു കഴിഞ്ഞാൽ, ദഅഉ റബ്ബഹും അവർ അവരുടെ റബ്ബിനോട് പ്രാർത്ഥിക്കും, മുനീബീന ഇലൈഹി അവനിലേക്ക് കേരിച്ച് മടങ്ങിക്കൊണ്ട്. പിന്നെ പഠിച്ചവനല്ലാതെ രക്ഷയില്ല എന്ന് പറയുമ്പോൾ അല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എന്നാൽ ഇതാ സുമ്മ ഇതാ അദാഖഹും റഹ്മ, അല്ലാഹു തആല അദാഖഹും മിൻഹു റഹ്മ, അള്ളാഹുവിങ്കിൽ നിന്ന് കാരുണ്യം അവർക്ക് ആസ്വദിപ്പിച്ചാൽ, കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ ആ തണുപ്പും മധുരവും അവർക്ക് അല്ലാഹു തആല ആസ്വദിക്കാൻ കൊടുത്താൽ, ഇതാ ഫരീഖും മിൻഹും അവരിൽ നിന്നതാ ഒരു വിഭാഗം, ബിറബ്ബിഹിം അവരുടെ റബ്ബിനെ കൊണ്ട് യുശ്രികൂൻ പങ്കു ചേർക്കുന്നു. അപ്പം പിന്നെ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ എല്ലാവരോടും പോയി പ്രാർത്ഥിക്കും, അവിടെയും പോയി തൊട്ടുകുത്തും, ഇവിടെയും പോയി തൊട്ടുകുത്തും, അവിടെയും കൊടുക്കും ഇവിടെയും കൊടുക്കും, ആ പെട്ടിയിലൂടും ഈ പെട്ടിയിലൂടും, അങ്ങനെ നടക്കും. അവസാനം ഒരു സ്ഥലത്ത് ഇരുന്ന് പിന്നെ ഈ ജീവന് ബാക്കിയുണ്ടാവില്ല, അവസാനമാണ് എന്ന് പറയുമ്പോൾ അല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യൻ അങ്ങനെ മറിയും എന്നാ. എന്തിനാണ്? ലിയക്ഫുറൂ ബിമാ ആതൈനാഹും, അതിൻ്റെ ഫലം, ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയി തീർന്നത് വേണ്ടി. ലിയക്ഫുറൂ അവർ കാഫിറായി അവർ നിഷേധികളായി
തീർന്നത് കൊണ്ട്, നിഷേധികളായി തീർന്നത് കാരണത്താലാണ് ഈ ഹൃദയം മറിയുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം അങ്ങനെ മറിയില്ല. പിന്നെ അള്ളാഹു ചില മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉള്ളത് എങ്ങനെയാണ്? ലിയക്ഫുറു, അവർ അതിൻ്റെ ഫലമായി നിഷേധികളായി തീർന്നതിന് വേണ്ടിയാണ്. ബിമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയതിൽ നിഷേധികളായി തീർന്നതിന് വേണ്ടി. ഫതമത്തഉ, തമത്തഉ, നിങ്ങൾ സുഖമായി കഴിഞ്ഞുകൊള്ളുക. മത്താഴ് എന്ന് പറഞ്ഞാൽ സുഖം ന. ഫതമത്തഉ, നിങ്ങൾ സുഖമായി കഴിഞ്ഞുകൊള്ളുക. ഫസൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾക്കറിയാം. അതൊരു താക്കീതാണ്. നിങ്ങൾ നല്ലോണം സൂഹിച്ചോളി, നിങ്ങൾക്കറിയാം, കാണാറാകും എന്ന് പറഞ്ഞ പോലെയാണ്. കെല്ലാ സൗഫ തഅലമൂൻ സുമ്മ കെല്ലാ സൗഫ തഅലമൂൻ എന്ന് പറഞ്ഞല്ലോ. കെല്ലാ വേണ്ട, സൗഫ തഅലമൂൻ നിങ്ങൾ പിന്നീട് അറിയും. സുമ്മ പിന്നെയും സൗഫ തഅലമൂൻ പിന്നെ നിങ്ങൾ അറിയും എന്ന് പറഞ്ഞാൽ അതൊരു പേടിപ്പിക്കലാണ്. അപ്പം മനുഷ്യൻ പേടിപ്പിച്ചാൽ പോലും പേടിക്കുന്നവരാണ് നമ്മളൊക്കെ. ഏതെങ്കിലും ഒരു ശക്തൻ വന്നിട്ട് കാണിച്ചരാ അങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ കാല് വെട്ടുമെന്ന് പറഞ്ഞാൽ കാല് വിറച്ചു പോകുന്നവരാണ് പൊതുവെ മനുഷ്യൻ. അല്ലെങ്കിൽ ഒരു ഭരണകൂടം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ പേടിച്ചു പോകുന്ന മനുഷ്യനോടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ള പറയുന്നത് ഫതമത്തഉ, നിങ്ങൾ നല്ലോണം സുഖിച്ചോളി, നല്ല സുഖങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ഫസൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും. അപ്പം ആ താക്കീത്, പഠിച്ചവൻ്റെ താക്കീത് നമ്മൾ കണക്കിലെടുക്കണമല്ലോ. അപ്പം നമ്മൾക്ക് അങ്ങനെ സുഖിക്കാൻ പാടില്ലല്ലോ. അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മൾ തന്ന സുഖങ്ങളെ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അള്ളാഹു അനുവദിച്ച തമത്തൊഴുകൾ മാത്രമേ നമുക്ക് പാടുള്ളൂ എന്നർത്ഥം. തമത്തഉ, നിങ്ങൾ സുഖിച്ചു കൊള്ളുക. ഫസൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് അറിയും. ഈ ഖുർആനിൽ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്. ദഹബ സയ്യിആതു അന്നി, ഇതേ ആശയം. ഇന്നഹു ലഫരിഹും ഫഖൂർ, ദഹബ സയ്യിആതു അന്നി, എൻ്റെ എല്ലാ തെറ്റുകളും കഴിഞ്ഞു പോയി, ദോഷങ്ങളൊക്കെ ഇല്ലാതായിപ്പോയി എന്ന് പറഞ്ഞ് അവൻ സന്തോഷിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. സൂറത്ത് ഫജ്റിലുണ്ട്. അമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി നിയമത്തുകളൊക്കെ കൊടുത്താൽ ഓൻ വളരെ സന്തുഷ്ടനായിട്ട് അങ്ങനെ പറയും, എൻ്റെ റബ്ബ് എനിക്ക് നല്ല നിയമത്ത് തന്നിട്ടുണ്ട്, എന്നെ അള്ളാഹു തആല ആദരിച്ചിരിക്കുകയാണ്, എന്നെ ബഹുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മറുവശമാകുമ്പോഴോ അവൻ പറ്റ നിരാശനായി മാറും. അതാണ് അടുത്ത് വരുന്നത്. അം അൻസൽന, അതല്ല, അൻസൽന അലൈഹിം, അവരുടെ മേൽ നാം ഇറക്കിയിട്ടുണ്ടോ, സുൽത്താനൻ, ഒരു തെളിവ്, ലക്ഷ്യം. നമുക്ക് ഇതേ പദം പലപ്പോഴും വന്നിട്ടുണ്ട്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ എന്നൊക്കെ പറയുന്ന മാതിരി ഭരണാധികാരി, അധികാരി എന്നുള്ളതിന് സുൽത്താൻ എന്ന് പറയും. സുൽത്താൻ എന്ന് പറഞ്ഞാൽ അധികാരി എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. എന്നാൽ സുൽത്താൻ എന്ന് പറഞ്ഞാൽ തെളിവ് എന്ന അർത്ഥത്തിലും പറയാറുണ്ട്. തെളിവ്. അപ്പം ഇവിടെ തെളിവാണ്, ഹുജ്ജത്ത്. അം അൻസൽന അലൈഹിം, അതല്ല, അവരുടെ മേൽ നാം ഇറക്കി തന്നിട്ടുണ്ടോ സുൽത്താനൻ, ഒരു തെളിവ്. ഫഹുവ യതകല്ലമു, എന്നിട്ട് ആ തെളിവനുസരിച്ചാണോ അവൻ സംസാരിക്കുന്നത്. ബിമാ കാനൂ ബിഹി യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്ന ആ കാര്യത്തെപ്പറ്റി അവർ സംസാരിക്കുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ? പഠിച്ചവനെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമുള്ള വല്ല തെളിവും അവർക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ട് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ഫഹുവ യതകല്ലം, അവൻ സംസാരിക്കുന്നത്? അങ്ങനല്ല, അങ്ങനെ ഒരു തെളിവ് ഇറക്കി കൊടുത്തിട്ടില്ല. ഇസ്തിഫ്ഹാം ഇൻകാരി എന്നാ പറയാം. അതായത് ചോദിച്ചിട്ട് നിഷേധിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. നിഷേധിക്കാൻ, നീ പഠിച്ചവനാണോ എന്ന് ചോദിക്കുന്നതാണ്ട് അല്ല എന്ന് പറയാനാണല്ലോ ഒരു വലിയ. അല്ലെങ്കിൽ നമ്മൾ ആളുകളോട് പറയും, ഇജ്ജ് ഇവിടുത്തെ രാജാവാ, അപ്പോൾ ആണ് അല്ല എന്നുള്ള ഉത്തരം കിട്ടാനല്ല, നീ ഇവിടുത്തെ രാജാവ് അല്ല എന്ന് സ്ഥാപിക്കാനാണ്. അതുപോലെ തന്നെയാണ് അം അൻസൽന അലൈഹിം സുൽത്താനൻ ഫഹുവ യതകല്ലമു ബിമാ കാനൂ ബിഹി യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നതിനെപ്പറ്റി അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്
വല്ല തെളിവും ഒക്കെ തന്നിട്ടുണ്ടോ? ഇല്ല, വെറുതെ പറയാണ് എന്നർത്ഥം. അപ്പോൾ തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആ വിശ്വാസം ഉണ്ട് മനുഷ്യന്മാർക്ക്. ചിലപ്പോൾ തലമറിഞ്ഞ് അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ ഖുർആൻ പറയുന്നത് അവർക്ക് കരീമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഈ ഒരൊറ്റ കാരണത്താലാണ്. അതായത് കരയിലായിരിക്കുമ്പോൾ അവർ ലാത്തനെയും മുസ്സനെയും മനാത്തനെയും ഹുബുലിനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവസാനം അവിടുന്ന് നാട് വിട്ടിട്ട് കടലിൽപ്പെട്ട് അവർ കപ്പലിന് കാറ്റ് പിടിച്ചപ്പോൾ പഠിച്ചവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് കപ്പലിലുള്ള കപ്പിത്താനും സംഘങ്ങളും പറഞ്ഞു. ഇപ്പം കളിഞ്ഞ് ലാത്തനെയും മുസ്സനെയും വിളിച്ചിട്ട് കാര്യമില്ല, കപ്പലിന് കാറ്റ് പിടിച്ചതാണ്, ഇനി നമ്മളെ രക്ഷിക്കാൻ കടലിൽ പഠിച്ചവനേ ഉള്ളൂ. ഇക്രിമത്ത് അബീ ജഹലിന് അത് ബോധിച്ചു. നമ്മളെ എപ്പോഴും രക്ഷിക്കാനുള്ളതല്ലേ ലാത്തയൂസിയൊക്കെ, അതല്ല നമ്മൾക്ക് സൗകര്യം അപകടമൊന്നും ഇല്ലാത്ത നേരത്തെ രക്ഷിക്കാൻ ലാത്തയൂസിയും. അപകടത്തിൽപ്പെടുമ്പോൾ പഠിച്ചവനാണെങ്കിൽ ഇതാ എപ്പോഴും ആ പഠിച്ചവനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ യാത്ര ഒഴിവാക്കി തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇസ്ലാം ദീനിൽ വിശ്വസിക്കുന്നത് എന്നാണ് ചരിത്രം. അപ്പം ഇതാണ്, നമ്മൾ സൗകര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നിയവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. എല്ലാ സ്ഥലത്തും എല്ലാ കുറ്റിയിലും ചെന്നിട്ട് നമ്മൾ ചെല്ലും. എല്ലായിടത്തും നമ്മൾ സിയാറത്തും കൂട്ടായിട്ട് പോകും. അവസാനം ഒരു കിടപ്പിൽ കിടന്ന് നമ്മൾ ദുരിതം പിടിച്ച സമയത്ത് അള്ളാ അള്ളാ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു മറിച്ചിൽ പാടില്ല. എപ്പോഴും അള്ളാനെ തന്നെയാണ് നമ്മൾ വിളിക്കേണ്ടത്. മറ്റൊന്ന് അതല്ലെങ്കിൽ അതിന് വല്ല തെളിവുണ്ടോ? ഈ പറയുന്നതിന് വല്ല തെളിവുണ്ടോ? അങ്ങനൊരു തെളിവില്ലല്ലോ. പിന്നെ ഇതാ അദഖ്നന്നാസ, അദാക്ക എന്ന് പറഞ്ഞാൽ ആസ്വദിപ്പിച്ചു, രുചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് നൽകി, സുഖിക്കാൻ വേണ്ടി നൽകി. ഇതാ അദഖ്നന്നാസ റഹ്മത്തൻ, മനുഷ്യന്മാർക്ക് നാം റഹ്മത്ത് നൽകിയാൽ ഫരഹൂ ബിഹാ, അതിൽ അവർ സന്തോഷിക്കും. അങ്ങനെയൊക്കെയാണ്. അത് നമ്മളും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നൽകിയാൽ നമ്മൾ വളരെ സന്തുഷ്ടമാണ്, ഇപ്പം എനിക്ക് നല്ല സുഖമാണ്, കുട്ടികൾക്കൊക്കെ സുഖമാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, അവർക്ക് ദോഷങ്ങൾ ബാധിച്ചാൽ, അസാബ മുസീബത്ത് എന്ന് പറഞ്ഞാൽ ബാധക്കാണ് മുസീബത്ത് എന്ന് പറയാം, എന്തെങ്കിലും അപകടം. വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, അവർക്ക് റഹ്മത്തിന് പകരം സയ്യിഅത്ത് ദോഷകരമായ കാര്യങ്ങൾ ബാധിച്ചാൽ, അത് ശരി ആയിക്കോട്ടെ, ബിമാ ഖദ്ദമത്ത് ഐദീഹിം, അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ അവർക്ക് ദോഷം ബാധിച്ചാൽ, ഇദാഹും യഖ്നതൂൻ, അവരതാ നിരാശരാകുന്നു. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ നിരാശൻ എന്നാണ്. ഖാനിത്ത് താ ആണെങ്കിൽ അള്ളാഹുവിന് വിനയപ്പെട്ട് നടക്കുന്നവൻ എന്നാണ് അർത്ഥം. ഖാനിത്ത് ഖുനൂത്ത്, അതാണ് ഖാനിത്ത്, വിനയപ്പെട്ടവൻ. കനത്ത ഷെഹ്റൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസം കുനൂത്ത് നിർവഹിച്ചു, വിനയപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥന നിർവഹിച്ചു. അതാണ് കുനൂത്ത്. അത് താ ആണ്, കനത്ത. ഈ താവിന് പകരം ത്വാ എന്നാണെങ്കിൽ രണ്ടും അതിൻ്റെ ഉച്ചാരണം ഇത് ഒരു ഭാഗത്തു നിന്നാണ്. കനത്വ എന്നാണെങ്കിലോ നിരാശനായി എന്നാണ് അർത്ഥം. ഇവിടെ ഖാനിത്വ് എന്ന നിരാശൻ. അപ്പം നമ്മൾ ഒരു അക്ഷരസ്ഫുടതയോടുകൂടി അല്ലാതെ ഖുർആൻ ഓതിയാൽ അർത്ഥം തന്നെയാണ് മാറും. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത് എന്നാണ് ആ അർത്ഥം. അപ്പോൾ വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സമൂഹത്തിലേക്ക് റായില് ദക്വാൻ എന്ന ഒരു ഗോത്രവർഗങ്ങളിലേക്ക് കുറച്ച് സഹാബിമാരെ അയച്ചു. അവർ നബിയോട് കളവ് പറഞ്ഞിട്ടാണ് അവർ നബിയുടെ അടുക്കൽ നിന്ന് ചാടിച്ചു കൊണ്ടുപോയത്. സത്യത്തിൽ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയല്ല, അവരെ കൊല്ലാൻ വേണ്ടി ആയിരുന്നു ആ ചെയ്തിരുന്നത്. അവരെ വഞ്ചിച്ചു കൊന്നത് ഒരിക്കലും ഗോത്രവർഗ സംസ്കാരത്തിനും
യോജിച്ചതല്ല, മതപരമായും അങ്ങനെ സത്യസന്ധത ഇസ്ലാമൊക്കെ പ്രകടിപ്പിച്ച് വന്നിട്ട് ചെയ്തതായിരുന്നില്ല. അപ്പോൾ അവർക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു 1 മാസക്കാലം. അതാണ് കുനൂത്ത് എന്ന് പറയുന്ന കാര്യം. കുനൂത്ത് എന്ന് പറയണമെങ്കിൽ വിനയത്തോടു കൂടി നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം അതിനൊരുപാട് ഇതുകളുണ്ടായിരുന്നു. 70 ഖുർആൻ പാരായണം ചെയ്ത ഇസ്ലാം ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി നബി അയച്ചു കൊടുക്കേണ്ട ഏറ്റവും ക്രീമായിട്ടുള്ള ടീമിനെയാണ് നബി അയച്ചത്. അത് മതവിരോധം മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ളത്. അവർ ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന ഗോത്ര സംസ്കാരത്തിനും എതിരാണ്. കാട്ടറബികളുടെ സംസ്കാരത്തിന് പോലും ചതിച്ചു കൊല്ലാൻ പാടില്ല. അപ്പം അത് ഇരട്ട അക്രമ സാമൂഹ്യദ്രോഹമായിപ്പോയി. അതാണ് നബി അവർക്കെതിരിൽ പ്രാർത്ഥിക്കാൻ കാരണം. അവർക്ക് നാശങ്ങളുണ്ടായതായിട്ടാണ് പിന്നീട് ചരിത്രം. ഈ പ്രാർത്ഥനയിൽ വേറൊന്നുകൂടി ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ ഒരു സമൂഹത്തിനെതിരിൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ, അത്തരം അപകടം ചെയ്യുന്ന മഹാ അപകടകാരികളായ സമൂഹത്തിന് വേണ്ടി ഒരുപക്ഷെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോലും കഴിഞ്ഞ കൊല്ലം പ്രാർത്ഥിച്ചു തുടങ്ങിയതല്ലേ, അപ്പം എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ പറയാൻ പാടില്ല. അത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ചിലപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എതിരായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച പോലെ തന്നെ അള്ളാഹു തആല ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ 948 മുതൽ തുടങ്ങിയതാണ് ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി 2 ഹറമുകളിലും പ്രാർത്ഥന. 48 മുതൽ തുടങ്ങിയതാണ്. 2 ഹറമുകളിലും ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ ഖുത്ബയില്ല. എല്ലാ അറഫാ സംഘത്തിലും അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ഹൽ മിൻ സായിലിൻ ഫഉജീബ്, ചോദിക്കുന്നവരുണ്ടോ ഉത്തരം നൽകും എന്ന് പറയുന്ന ആ ദിവസത്തിലും പ്രാർത്ഥിക്കാറുണ്ട്. ഒറ്റ ഹർമ് അറഫാ പ്രസംഗത്തിലും പ്രാർത്ഥിക്കാറില്ല. 2 ഹർമുകളിലും ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഹർമ് എടുത്തു പറയുന്നത് അതാണല്ലോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല സ്ഥലം. അതുപോലെ ബൈത്തുൽ മുഖദ്ദസിലും പ്രാർത്ഥിക്കാറുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലും ജുമാക്ക് ഫലസ്തീനികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ജുമാക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറമെ മറ്റു മസ്ജിദുകളിലും അറബ് നാടുകളിൽ ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ റമദാനിലും, പ്രത്യേകിച്ച് ഈ ഇതിലൊക്കെ തഹജ്ജുദ് അവസാന നിസ്കാരം. എന്നിട്ടും അല്ലാഹു തആല ഇപ്പോഴും ഫലസ്തീനികൾ ദുരിതത്തിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്മളെ ഈ പ്രാർത്ഥന സ്വീകരിക്കാത്തെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ചില തഖ്ദീറുകൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ദൂഷ്യങ്ങൾ ഉണ്ടാവാം. നമ്മളോട് പറഞ്ഞത് പ്രാർത്ഥിക്കാനാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് പടച്ചവനാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ഉത്തരവല്ല. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ ചെയ്യണം എന്ന് ഉത്തരവിടലല്ല. അള്ളാഹുവിനോടുള്ള ഇരവാണ്. അതായത് ഇരന്ന് ചോദിക്കാണ്. ഒരു പക്ഷേ കൊടുത്തേക്കും അല്ലെങ്കിൽ കൊടുക്കാതിരുന്നേക്കും. എന്തു തന്നെയായിരുന്നാലും പ്രാർത്ഥനയ്ക്ക് നമുക്ക് പ്രതിഫലം കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പം നബി അങ്ങനെ പ്രാർത്ഥിച്ചു. അതാണ് കനത്ത എന്ന് പറഞ്ഞത്. കാഫ് നൂന് താ. ഇവിടെ കനത്വ എന്ന് പറഞ്ഞാൽ നിരാശരായി. അപ്പം മനുഷ്യൻ്റെ 2 ഭാവം. ഒന്ന്, സുഖസന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ശിർക്കും ചെയ്ത് എല്ലാവരോടും വിളിച്ച് പ്രാർത്ഥിച്ച് നടക്കും. കുടുങ്ങിയ കള്ളിക്ക് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്ന 2 ഭാഗം വിശ്വാസപരമായി. ഇനി അവൻ്റെ നിത്യജീവിതത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തൊക്കെ കിട്ടുമ്പോൾ ഇതാ അതഖ്നൽ ഇൻസാന റഹ്മത്തൻ അതഖ്നൽ നാസ റഹ്മത്തൻ, ആളുകൾക്ക് നാം ആ റഹ്മത്ത് നൽകി കഴിഞ്ഞാൽ ഫരിഹൂ ബിഹ, അതിലവർ സന്തോഷിക്കും, ആഹ്ലാദിക്കും. വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, അവരെ വല്ല സയ്യിഅത്തും ബാധിച്ചാൽ, ചീത്ത ബാധിച്ചാൽ, അത് രോഗമായിട്ടോ ദാരിദ്ര്യമായിട്ടോ മറ്റു വല്ല നാശങ്ങളായിട്ടോ ബാധിച്ചാൽ, ബിമാ ഖദ്ദമത്ത് ഐദീഹിം, അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തത് കാരണത്താൽ. അല്ലാഹു തആല മനുഷ്യന്മാർക്ക് തിന്മ കൊടുക്കൽ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്.
അതാണ് നമ്മൾ അള്ളാഹു മനുഷ്യന്മാരെ അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് നന്മ തരും, പരീക്ഷിക്കാനും തരും. തിന്മ അള്ളാഹു തആല കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യർ ചെയ്യുന്ന തെറ്റ് ബിൽ മാസീന, എല്ലാ മുഫസ്സിറുകളും ബിമാ ഖദ്ദമത്ത് ഐദീഹിം എന്ന് പറഞ്ഞാൽ ബിൽ മാസി, അവർ ചെയ്ത കുറ്റം കാരണത്താൽ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്, കടലിലും കരയിലും നാശം പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ കാരണം പടച്ചോൻ വെറുതെ അടിച്ചേൽപ്പിച്ചതല്ല, മനുഷ്യർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് കടലിലും കരയിലും നാശം ഉണ്ടായത്. എന്നാൽ തെറ്റ് ചെയ്താത്തവർക്കും ആ നാശത്തിലും അവൻ പെട്ടുപോകും. അതും നബി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഒരു നാശമുണ്ടാക്കാൻ വിചാരിച്ചാൽ നാശത്തിൽ സത്യവാന്മാരായ ആളുകളും പെട്ടുപോകും, തെറ്റ് ചെയ്യാത്തവരും. ഒരു ശിക്ഷ ഇറങ്ങുകയാണെങ്കിൽ എല്ലാവരും അതിൽ പെട്ടുപോകും. സുമ്മ യുബഅസു അലാ നിയ്യാതിഹിം, പിന്നെ പരലോകത്തെത്തുമ്പോൾ തെറ്റ് ചെയ്യാത്ത ആളുകളെ അവരുടെ സതുദ്ദേശത്തിനനുസരിച്ച് പുനർജീവിപ്പിച്ചിട്ട് ശിക്ഷിക്കപ്പെട്ട, ദുനിയാവിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല അവനെ ഉൾപ്പെടുത്തൂല, അവനെ മാറ്റി നിർത്തും. അപ്പം നമുക്കിവിടെ ഒരു ശിക്ഷ വരികയാണെന്ന് വിചാരിക്കുക, അള്ളാഹു ശിക്ഷ വരുത്താതിരിക്കട്ടെ, അയക്കാതിരിക്കട്ടെ. അഥവാ ഒരു ശിക്ഷ വരികയാണെങ്കിൽ എല്ലാ നല്ല മനുഷ്യന്മാരായി ജീവിക്കുന്ന, നമ്മളാരും അറിയാത്ത സത്യസന്ധന്മാരും ഒരു കുറ്റവും ചെയ്യാത്തവരും അതിൽ പെടും. പരലോകത്തുനിന്ന് പിന്നെ അല്ലാഹു തആല അവർക്ക് വേറെ കൊടുക്കും, നന്മ കൊടുക്കും. അതാണ് ഇവിടെ ബിമാ ഖദ്ദമത്ത് ഐദീഹിം, അവരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ അവർക്ക് വല്ല ശിക്ഷയും സയ്യിഅത്തും ബാധിച്ചാൽ ഇദാഹും യഖ്നതൂൻ, അവർ അതാ ഖുനൂത്ത്, അതായത് നിരാശയിലായി തീർന്നിരിക്കുന്നു. അത് രണ്ടും നമുക്ക് പാടില്ല എന്നാണ് അള്ളാഹു ഇതിൽ കൂടി പഠിപ്പിക്കും. ഒരിക്കലും നമുക്ക് നിരാശ ഉണ്ടാവുക. അജബല്ലി അംറിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതം തന്നെയാണ്. ഇല്ല അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യവും അവന് ഖൈറായിട്ട് ഭവിക്കുന്നു. എല്ലാം എന്ന് പറഞ്ഞാൽ അവന് നന്മ കിട്ടിയാലും സയ്യിഅത്ത് കിട്ടിയാലും റഹ്മത്ത് കിട്ടിയാലും ഒരു മുഅ്മിനിന് സന്തോഷം തന്നെയായിരിക്കും, നല്ലതായിരിക്കും. എങ്ങനെയാണത്? ഇൻ അസാബത്തുഹു സറാഉ, അവന് സന്തോഷകരമായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ ശക്കറ, അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യും. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്തിന് കണ്ട് കിട്ടിയാൽ അതിന് അള്ളാഹ്ക്ക് നന്ദി ചെയ്യുമ്പോൾ കൂടുതൽ പുണ്യവും കൂലിയും അവന് വർദ്ധിക്കാൻ കാരണമാകും. വൈൻ അസാബത്തുഹു ലറാഉ, അവന് സയ്യിഅത്തുകൾ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗമോ ദാരിദ്ര്യമോ ഒക്കെ പെട്ടാൽ സബറ, അവൻ ക്ഷമിക്കും, നിരാശനാവില്ല. ഇതുവരെ ഞാൻ സുഖമായി ജീവിച്ചില്ലേ, ഇപ്പോഴല്ലേ എനിക്ക് സോക്കോട് തുടങ്ങിയത്, കുഴപ്പമില്ല, അല്ലാഹു തആല എനിക്ക് പരീക്ഷിക്കാറുന്നതായിരിക്കും, ക്ഷമിക്കും. ഫക്കാന ദാലിക ഖൈറൻ ലഹു, ആ സബറും അവനെന്താണ്, നന്മയാണ്, ഖൈറാണ്. അപ്പം ശുക്റും ഖൈറാണ്, സബറും ഖൈറാണ് സത്യവിശ്വാസിക്ക്. സയ്യിഅത്ത് കിട്ടിയാലും ഹസനത്ത് കിട്ടിയാലും ഖൈറായിട്ട് ഭവിക്കും. എന്നാൽ മനുഷ്യന്മാർക്ക് ഹസനത്തും റഹ്മത്തും കിട്ടിയാൽ മനുഷ്യർ ഫരിഹൂ ബിഹ, അതുകൊണ്ട് സന്തോഷിക്കുകയും വൈൻ അസാബഹും സയ്യിഅത്തുൻ വൈൻ തുസിബഹും സയ്യിഅത്തുൻ, നിങ്ങൾക്ക് തിന്മ കിട്ടിയാൽ ഈ ബിമാ ഖദ്ദമത്ത് ഐദീഹിം, അവർ തന്നെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് തിന്മ കിട്ടിയാൽ ഇദാഹും യഖ്നതൂൻ, അവർ നിരാശരാകുന്നു. ആ ഒരു അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടായിക്കൂടാ എന്നുകൂടി ഇതിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നു. ഇതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.